നമ്മൾ മുൻപേ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മുൻപ് ചർച്ച ചെയ്തപ്പോൾ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ കയറി വന്ന ഒരു ടോക്ക് അത് വീണ്ടും ഒരു ചോദ്യമായിട്ട് വരികയാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഈ രണ്ടാമത് ഈ കേസല്ല, അതായത് ഈ ഗർഭചിത്ര പരാതി പുറത്തു വന്നപ്പോൾ തൊട്ട് ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം പറയുന്നതാണ്. അതായത് ഈ ശബരിമല വിഷയം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ കെട്ടിച്ചമച്ച CPM ഇറക്കിയതാണ് ഈ ഇരകളെയൊക്കെ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനെ മറയ്ക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു അജണ്ട വെച്ചിട്ട് സർക്കാർ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോഴും അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം തന്നെ പല നേതാക്കളുടെയും നമ്മുടെ ബൈറ്റുകളും പല നേതാക്കളുടെയും പ്രതികരണം എടുത്തു നോക്കുമ്പോൾ അതിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാഫിയും ഇപ്പോൾ പറഞ്ഞു, അതായത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ കാണുന്നിട്ട് നമ്മൾ എന്താ മാജിക്ക് വല്ലതും ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ വന്ന ഓഡിയോയും ഈ കണ്ട സ്ക്രീൻഷോട്ടുകളും ഇതൊക്കെ കള്ളമാണെന്നാണോ ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു വിചാരമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ പൊട്ടന്മാരാണ് എന്നുള്ളൊരു വിചാരം. അത് കോൺഗ്രസിന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അത് നമുക്ക് ഇപ്പൊ തന്നെ VD സതീശൻ പറഞ്ഞ കഴിഞ്ഞ 5 വർഷത്തിനകത്ത്, അതായത് UDF ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 5 വർഷത്തിനകത്ത് ഏകദേശം 5 ലക്ഷത്തോളം വീടുകൾ, 10 വർഷം കൊണ്ട് 4,20,000-25,000 വീടുകൾ എങ്ങാണ്ട് CPM വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് CPM-ന്റെ ഒരു അവകാശവാദമുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പിണറായി വിജയൻ സർക്കാരുകളുടെ 2 സർക്കാരുകളുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവകാശവാദമാണ്. അപ്പൊ അതിനെ തള്ളിക്കളയാൻ വേണ്ടി VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാരണമാണ് ഇതാണ്. 5 ലക്ഷത്തിലധികം വീടുകൾ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നിയമസഭാ രേഖകൾ പരിശോധിക്കുമ്പോൾ, നിയമസഭാ രേഖകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത്രയൊന്നും പോയിട്ടില്ല. 1 ലക്ഷം പോലും ഇല്ല, പോട്ടെ 10,000 വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ല. ഇതിൽ പല പദ്ധതികളും പരിപാടിക്കും മുടങ്ങിയും ഒക്കെ ചെയ്തു പോയി. അങ്ങനെ ആകെപ്പാടെ 3000 ചില്ലുവാനും വീടുകളാണ്. അത് ഈ 3000 എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷം വീട് കോളനികളുടെയൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. 10,000 രൂപയൊക്കെ വെച്ച് അത്രയൊക്കെ ഉള്ളൂ. അത് ചിലത് 2015 കൂടി കാലാവധി അവസാനിച്ചിട്ടുള്ള പദ്ധതികളുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം 4,000 താഴെ നിൽക്കുന്ന വീടുകൾ മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെയുള്ള 5 വർഷ കാലഘട്ടത്തിൽ, 11 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ വെച്ചു കൊടുത്തത്. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കലും ഈ പറയുന്ന VD സതീശൻ ഇങ്ങനെ ഒരു കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ പറ്റിക്കുന്നവരാണ് ഈ പറയുന്ന ആളുകൾ, കോൺഗ്രസ്സുകാർ എന്നുള്ള ഒരു എന്താ പറയുക, കാലങ്ങളായി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഈ പെൻഷന് 100 രൂപ കൂട്ടിയതാരാ, 200 കൂട്ടിയതാരാ, 1000 ആക്കിയതാരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മുട്ടം കോമഡി റീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? അത് ജനങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടി ചെയ്തതാ. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു വർധന വരുത്തിയിട്ടുണ്ടോ? ഇന്ന് പെൻഷൻ 2000 മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, കഴിഞ്ഞ എല്ലാവരും കൂടി 3600 രൂപയുടെ പെൻഷനാണ് എല്ലാവരുടെയും കയ്യിലോട്ട് കിട്ടിയത്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ പെൻഷൻ ആരുടെ കാലത്താ കൂടി ഞങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളതെന്ന്? സ്വാഭാവികമായി എല്ലാവർക്കും മനസ്സിലാവും. ഇതുപോലെ കള്ളത്തരം കൊണ്ട് കോട്ട കെട്ടുക എന്നുള്ളതാണ് ശരിക്കും എല്ലാ കാലഘട്ടത്തിലും UDF ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ജനങ്ങളെ പൊട്ടന്മാരാക്കാം എന്നുള്ളത് എന്താണ് ധാരണ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഇത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം SIT, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഇവിടെയുണ്ട്, SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതിന്റെ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ പത്മകുമാറും N വാസുവും ഒക്കെ പിടിയിലായി, അവരൊക്കെ ജയിലിലാണ്, ആരും പുറത്തില്ല, എല്ലാവരെയും ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് CPM-കാരാണ്, ശരിയാണ്, CPM പ്രവർത്തകരാണ്. അപ്പോഴും MV ഗോവിന്ദൻ പറഞ്ഞ എന്താ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിന് കഴിഞ്ഞിട്ട് MV ഗോവിന്ദൻ പറഞ്ഞ എന്താ, അയാളെ, അതായത് പത്മകുമാറിനെ ഒരു ജോലി ഞങ്ങൾ ഏൽപ്പിച്ചു, പാർട്ടി ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്യാൻ ഒരു ജോലി ഏൽപ്പിച്ചു, അതിൽ അയാൾ വീഴ്ച വരുത്തി എന്നുള്ള കാര്യം 100% ഉറപ്പിച്ച് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പാർട്ടി അവരെ സംരക്ഷിക്കുമെന്നാണോ? അല്ല. അപ്പോഴും പറഞ്ഞു കുറ്റപത്രം കൊടുത്ത് കോടതിയുടെ വിധി വന്നാൽ അത് ആ സമയം ആ പത്മകുമാറിനെതിരെ കേസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നടപടി ഉണ്ടായിരിക്കും എന്ന് MV ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഇങ്ങനെ ഒരു എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശരിയായിരിക്കാം, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് മുഖം രക്ഷിക്കൽ നടപടി മാത്രമായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ MV ഗോവിന്ദൻ മാഷ് അത്ര കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്വേഷണം എത്തി നിൽക്കുന്ന എവിടെയാണ്? ഇതിനെക്കുറിച്ച് അവർ മിണ്ടുന്നുണ്ടോ?
ഇവർക്ക് വി എൻ വാസവനെ പിടിക്കണം. പി എസ് പ്രശാന്തിനുള്ള വൈരാഗ്യം പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നതുകൊണ്ടുള്ള ഒരു വൈരാഗ്യം പി എസ് പ്രശാന്തിനുണ്ട്. പി എസ് പ്രശാന്തിനെ പിടിക്കണം. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം. കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഈ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒരു തിരിച്ച് ഒരു പരാതി ഇത് കൊടുത്തിരിക്കുന്നത്, കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അതായത് 2-3 തവണ ആ മാനനഷ്ട കേസിന് വിളിച്ച സമയത്ത് VD സതീശൻ പോയിട്ടേ ഇല്ല. എന്നാ പറഞ്ഞ ഏതോ ഉന്നതന് ഈ കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണം മറിച്ചു വിറ്റു എന്നൊരു ആരോപണം ഉയർത്തി. അത് തെളിയിക്കാൻ ഈ പറയുന്ന ഇങ്ങർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പിന്നെ നമ്മുടെ VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. തെളിവുകൾ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ല, തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ED മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനുമെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു. അഡ്ജുഡിക്ഷന് വേണ്ടിയിട്ടാണ് പരാതി അയച്ചിരിക്കുന്നത്. അവിടെ ഹാജരാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ പറയാണ് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ലാവലിന്റെ ഇത് ആണ് പൈസയാണ് എടുത്തിട്ടുള്ളത്, മസാല ബോണ്ടിന്റെ പ്രശ്നമാണ്. 2650 കോടിയിലധികം രൂപ എടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് കിഫ്ബിക്ക്. 2650 കോടി രൂപ എടുക്കാം. എന്നാൽ അത്രയും എത്തിയിട്ടില്ല. 2160 കോടി രൂപ എങ്ങാണ്ടാണ് കിഫ്ബി ഇതെടുത്തിരിക്കുന്നത്. അപ്പോഴും പ്രശ്നമായില്ലേ? അപ്പം ഈ പറയുന്ന നിയമപരമായി എല്ലാ വസ്തുതകളെയും മറച്ചു പിടിച്ചുകൊണ്ട് ഒരു പ്രതീതി ഉണ്ടാക്കുക. എന്നിട്ട് പറയാണ് മുരളീധരൻ അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു ഇപ്പൊ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. കാര്യം പുള്ളി നേരെ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിക്ക് ചെന്ന് നരേന്ദ്രമോദിയായിട്ട് കാണുന്നു. ഇവിടെ 3-4 സീറ്റുകൾ എടുത്തു കൊടുക്കാം എന്നൊരു ഓഫർ ചെയ്യുന്നു. അതോടെ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു കേസുകൾ അങ്ങ് മാറിപ്പോകും. ഇത് BJP CPM ഡീൽ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? ഇവിടെ തോമസ് ഐസക്കിനെ കഴിഞ്ഞ തവണയും, അതായത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത്, നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ചില കാലങ്ങളാവുന്നു. ഇപ്പം കന്നിമാസമാവുന്ന പട്ടിക്ക് കലണ്ടർ നോക്കാൻ അറിയാന്ന് പറയുന്ന പോലെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന അതേ സമയത്ത് തന്നെ ഇയാളുടെ ED-യുടെ നോട്ടീസ് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് വന്നിരിക്കും. അത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. BJP അധികാരത്തിലിരിക്കും കയറിയതിനു ശേഷമുള്ള കാലങ്ങളായിട്ട് വരുന്നൊരു നടപടിയാണത്. അതുണ്ടാവും. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തോമസ് ഐസക്കിന് പരാതി വന്നിരുന്നു, അല്ലെങ്കിൽ നോട്ടീസ് വന്നു. തോമസ് ഐസക്ക് നേരെ ഇവിടെ പോയി, ഹൈക്കോടതി പോയി ചോദിച്ചു എന്നെ എന്തിനാ വിളിപ്പിച്ചെന്ന് പറയണമെന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കാൻ ഇതുവരെ ഇടിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് വാസ്തവം. എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്, എന്താവശ്യത്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്, ഇതറിയാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്, ഭരണഘടനാപരമായ അവകാശമുണ്ട്. അപ്പൊ ഹൈക്കോടതിയുടെ അടുത്ത ഇത് വന്നു, ED രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത്തരം നടപടികളിലേക്ക് പോകരുത് എന്ന് ED-ക്ക് നിർദ്ദേശം കൊടുത്തു ഹൈക്കോടതി. അപ്പോൾ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അഡ്ജുഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കൊണ്ടുവന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചു 50,000 കോടിയുടെ. അതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അപ്പൊ ഇവിടെ ഈ റോഡുകൾ ഉണ്ടാക്കി, പാലങ്ങൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ഓഫീസ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി, ആശുപത്രികൾ ഉണ്ടാക്കി. ഇതാണ് ED-യെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. ഈ ഭൂമി വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമല്ലേ? എന്താണ് ഇവിടെ ഇവിടെ കർണാടകയിൽ 350 കോടിയുടെ അഴിമതി നടത്തി സർക്കാർ. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ അവിടെ പോയിട്ട് ഭൂമി വാങ്ങിച്ചു, ചുളു വിലയ്ക്ക് ഭൂമി മേടിച്ച്. എന്തിനു വേണ്ടിയിട്ട്? BPL-ന്റെ കമ്പനി തുടങ്ങാൻ വേണ്ടി. അവിടെ കുറെ പേർക്ക് ജോലി ഓഫർ ചെയ്തു. എന്നിട്ട് ഇതെന്ത് ചെയ്തു? ഈ ഭൂമി മറിച്ചു വിറ്റു. സർക്കാരിന്റെ ഭൂമി എടുത്ത് കൊള്ള ലാഭത്തിന് മറിച്ചു വിറ്റു. അങ്ങനെ 1000 കോടിയായിരുന്നു ലക്ഷ്യം വെച്ചെന്നാണ് വന്ന റിപ്പോർട്ടുകൾ വന്നത്. ഈ 350 കോടിക്ക് മറിച്ചു വിറ്റു. ലാഭം കിട്ടിയില്ല അങ്ങർക്ക്. അപ്പം ഇതിനെതിരെ ED-ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഇല്ല. അപ്പൊ ഇവിടെ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു എന്ന് പറയണ്ട. 5650 കോടി എങ്ങാണ്ടാണ് നമ്മുടെ ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തപ്പോ കൊടുത്തത്. അപ്പൊ അതായിരിക്കും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അത് രണ്ടും രണ്ടാ. സ്ഥലം പുതിയതായിട്ട് മേടിക്കുന്നതും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി സ്ഥലം സർക്കാർ മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നതിനെ ഏറ്റെടുക്കൽ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഹൈവേ വികസനം വരുമ്പോൾ ഹൈവേക്ക് വീതി കൂട്ടുന്നതിന് ആവശ്യത്തിനായിട്ട് ഒരു പർട്ടിക്കുലർ ആവശ്യം, ഒരു പ്രത്യേക ആവശ്യം. ഇവിടെ എന്താ ആവശ്യം എന്ന് ചോദിച്ചാൽ ഹൈവേ വികസനമാണ് ആവശ്യം. ഹൈവേ വികസനത്തിന്റെ ആവശ്യത്തിലേക്ക് മാത്രമായി സ്ഥലം ഏറ്റെടുക്കുന്നു. ഇതിനെ അക്വിസിഷൻ എന്നാണ് പറയുന്നത്, ഏറ്റെടുപ്പ് എന്നാണ് പറയുന്നത്, വാങ്ങുക എന്നല്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ ഭൂമി ഏറ്റെടുത്തതെല്ലാം കിഫ്ബിയുടെ കാശ് കൊണ്ട് സംസ്ഥാന സർക്കാർ വാങ്ങി എന്നാക്കിക്കൊണ്ടാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. അത് മറുപടി പറയുമ്പോൾ അത് തീരും. അപ്പോഴും പറയുന്നതാണ് BJP-യും കോൺഗ്രസും തമ്മിൽ, അല്ലെ CPM തമ്മിൽ ഡീല് നടക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ അങ്ങ് കള്ളത്തരം പ്രചരിപ്പിക്കുകയല്ലേ. അതിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ശബരിമല കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് കള്ളം നടത്തിയിട്ടുണ്ട്, ശബരിമല കൊള്ള വെട്ടിക്കാൻ. ഇത് അന്വേഷണം വളരെ കൃതകൃത്യമായി. ഈ പറയുന്ന ഇവർക്ക് ശരിക്കും ഹൈക്കോടതി വിശ്വാസമില്ല. ഈ പറയുന്നവർക്ക് ശരിക്കും ഹൈക്കോടതി വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്നേ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ടല്ല അന്വേഷണം പോകുന്നത് എന്ന് അവര് മാനസികമായി ഉറപ്പിച്ച് പറയുന്ന പോലെ ഈ കാര്യം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈക്കോടതിയുടെ കൃത്യമായി നിർദ്ദേശത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം,
അതിനകത്ത് യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവർ പറയുന്ന പോലെയുള്ള പ്രതികൾ പിടിക്കപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതി സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നൊരു ധ്വനിയാണ് അവർ ശരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? അന്വേഷണം കൃത്യമായി താഴവൻ കുടുംബത്തിലേക്ക് എത്തി. എന്താണ് ഈ താഴവൻ കുടുംബം? അവർക്ക് എന്താ, തന്ത്രി കുടുംബത്തിന് എന്താണ് ഇത്ര പ്രസക്തി? ഈ തന്ത്രി കുടുംബമാണ് അവിടുത്തെ എന്ത് കാര്യവും ആചാരപരമായിട്ടാണോ നടക്കുന്നതെന്ന് പരിപാലിച്ച് നോക്കേണ്ടവരാണ്. പരിപാലനം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവരെ ശരിക്കും പണ്ട് കാലഘട്ടത്തിൽ അവരെ അവിടെ നിന്ന് ഈ താഴ്മൺ കുടുംബത്തെ ശരിക്കും ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചാണെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ പിന്നെ തലമുറകളായിട്ട് വന്നവരാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ രാജീവ് കണ്ഠരരൊക്കെ. അപ്പം കണ്ഠരര് രാജീവര് അത് അവരുടെ കണ്ഠരര് എന്ന് പറയുന്ന സാധനം ഏരി ചേർത്ത് വരുന്നതല്ല, അവരുടെ താഴ്വൺ കുടുംബത്തിന്റെ ഒരു ഇതാണ്, ഐഡന്റിറ്റിയാണ്. അതല്ല അവര് അതിന്റെ പേരിനോടൊപ്പം ചേർക്കണം എന്നുള്ളതാണ്. ഈ കണ്ഠരര് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മലയാളത്തിലുള്ള ഒരു വാക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പകരം ഒരു ആന്ധ്ര സ്റ്റൈലിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയിലായിരിക്കണം ഇങ്ങനെ ഇവരിപ്പോഴും ഈ രാജീവര്, കണ്ഠരര്, രാജീവര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ താഴമൺ കുടുംബം അങ്ങനെയാണ്. ഈ താഴമൺ കുടുംബമാണ് അവിടെ എന്ത് ആചാരപ്രകാരമാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകണമെങ്കിൽ, അല്ല ശബരിമലയിലുള്ള ഒരു വസ്തു അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ മഹസർ തയ്യാറാക്കണം. മഹസർ തയ്യാറാക്കി അത് എന്താണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിന് ആരാണ് പ്രധാനമായിട്ട് നിൽക്കേണ്ടത്? ഒന്നാമത് ഇത് നിൽക്കേണ്ട ആള് തന്ത്രിയാണ്. കണ്ഠരര് രാജീവരാണെങ്കിൽ അദ്ദേഹമാണ് ഒന്നാമത് നിൽക്കേണ്ടത്. അതിനുശേഷം വരുന്ന കമ്മീഷൻ, ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ അവിടുത്തെ ഈ പറയുന്ന ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ 10ഓളം വരുന്ന ആളുകൾ. എന്നിങ്ങനെ അറ്റം വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ LDC വരെയുള്ള വാച്ച്മാൻ വരെയുള്ള ആളുകൾ ഇത് വെരിഫൈ ചെയ്യണം. അപ്പൊ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ ശബരിമലയിൽ ഇരിക്കുന്ന ഏതൊരു വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പം ഇത് ചെമ്പാണെങ്കിൽ അല്ലെങ്കിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് അപ്പൊ ആരുടെ അറിവോടുകൂടി തന്നെയായിരിക്കും? രാജീവ് കണ്ഠരരുടെ അറിവോടുകൂടി തന്നെയായിരിക്കും, ഈ തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയായിരിക്കും. ഇതെന്താ മനസ്സിലാക്കാതെ പോകുന്നത്? 11 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിനകത്ത് കൃത്യമായി തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാതെ ശബരിമല കൊള്ള വെട്ടിക്കാൻ എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ മുന്നിൽ നിന്ന് അത് മാറാൻ വേണ്ടിയിട്ട് CPM എടുക്കുന്ന ഒരു അടവ് നയമാണെന്നാണ് തുടക്കം മുതലേ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെക്കണം? രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തെറ്റ് ചെയ്തില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ലക്ഷ്യം വെക്കണം? VD സതീശൻ ആയിക്കൂടെ? ഈ VD സതീശനെതിരായിട്ടൊരു താരകപ്പണ്ടെന്ന് പറയുന്ന ഒരാള് ഇതുമായി ബന്ധപ്പെട്ട് പണ്ട് സോഷ്യൽ മീഡിയയിൽ ഏകദേശം എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നതിന് ശേഷം, അതിന് മുമ്പ് തന്നെ ഈ വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ VD സതീശനെതിരായി ഒരു സ്ത്രീ ലൈവിൽ വന്നിട്ട് അവർ വീഡിയോ ചിത്രീകരിക്കുകയാണ്. അന്ന് ഇയാൾ കാണിച്ചിട്ടുള്ള പിന്നെ എന്തെല്ലാം വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അവരെ ഒരുപാട് ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ VD സതീശൻ. അവരുടെ ഭർത്താവിന്റെ കൂട്ടുകാരനായിരുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ടുള്ള കണക്ഷനൊക്കെ വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ എങ്കിൽ പിന്നെ VD സതീശനെ കുടിക്കാൻ പോരായിരുന്നു? ലൈവായിട്ട് തെളിവ് കിടക്കല്ലേ, ഒരു വീഡിയോ ചിത്രീകരിച്ച് കിടക്കല്ലേ, VD സതീശനെ പോരായിരുന്നു? CPM-ന് അങ്ങനെ അത്രയ്ക്ക് രോഗമായിരുന്നെങ്കിൽ അല്ലെ ഒരാളെ കൊടുക്കണം. വളർന്നു വരുന്ന ഒരു നേതാവിനെ ഉയർന്ന ഒരു നേതാവിനെ വെട്ടിക്കൂടെ? നമുക്ക് ഭീഷണിയാവുന്ന ഒരാളല്ലേ വെട്ടേണ്ടത്? അതായത് VD സതീശന് വളർന്നു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ VD സതീശനെ വെട്ടിയാ പോരെ? ഇനി അതല്ല, K സുധാകരനെ വെട്ടിയാ പോരെ? K സുധാകരന്റെ മോൻസൺ മാവുങ്കലിന്റെ കേസ് ഉണ്ടായിരുന്നല്ലോ. ഇനി ഒരു പെണ്ണ് കേസും അടിച്ചു വെച്ചാൽ പോരെ? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയോ അദ്ദേഹത്തിന് എന്തൊക്കെ പിന്നെ ചില കണക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു, പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ എന്താ പറയാ, യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ K സുധാകരനെ ചുറ്റിപ്പറ്റി കഥ മെനഞ്ഞാൽ പോരെ? എന്തിനേറെ KC വേണുഗോപാൽ ഉണ്ടല്ലോ. KC വേണുഗോപാൽ എത്ര കേസുകളുണ്ട് KC വേണുഗോപാലിന്റെ പേരിൽ? KC വേണുഗോപാലിനെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര ക്ലീൻ ഇമേജ് ഉള്ള ആളൊന്നുമല്ല KC വേണുഗോപാൽ. അവിടുത്തെ ഒരു വനിതാ നേതാവുമായിട്ട് ഒരു വനിതാ നേതാവ് തന്നെ, ആലപ്പുഴയിലുള്ള ഒരു വനിതാ നേതാവ് തന്നെ KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അങ്ങ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇതല്ല, അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ വാസ്തവം ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് പോയാൽ പോരെ? ഈ പറയുന്ന ഇതിനു മുമ്പ് സോളാർ കേസുമായി ബന്ധപ്പെട്ടും KC വേണുഗോപാൽ ആരോപണ വിധേയനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ KC വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ കേരളത്തിലുണ്ട്. അപ്പൊ എങ്കിൽ പിന്നെ KC വേണുഗോപാലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളൊന്ന് ആലോചിച്ച്, K സുധാകരനെ വേണമെങ്കിൽ ഒതുക്കാം. മോൻസൺ മാവുങ്കലിന്റെ കേസ് ഒന്നും നിപ്പുണ്ട്. മോൻസൺ മാവുങ്കലിന്റെ അത്ര നല്ല കേസൊന്നും അല്ലായിരുന്നു, നമുക്കറിയാം. പോക്സോ വരെയുള്ള കേസാണ് പിന്നെ മോൻസൺ മാവുങ്കലിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. എത്ര പീഡന കേസ് മോൻസൺ മാവുങ്കലിന്റെ പേരിൽ ഉണ്ടായിരുന്നു അറിയാം. ഇത് K സുധാകരനായിട്ട് വരെയും കണക്ട് ചെയ്യിച്ചാൽ പോരെ? തീർന്നില്ല വിഷയം. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസിന് തകർക്കാനായിരുന്നെങ്കിൽ പിന്നെ മോൻസൺ മാവുങ്കൽ നടത്തിയ പോക്സോ കേസുകളിലൊക്കെ ഇങ്ങനെ പങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഇത് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിന് പബ്ലിസിറ്റി കൊടുത്താൽ പോരായിരുന്നു? K സുധാകരന് അങ്ങ് വെട്ടായിരുന്നല്ലോ. ഈ പറയുന്ന പോലെ പിന്നെ ഇപ്പം ഒരു ചാനലുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ പുള്ളിയെ കേക്കച്ചെന്ന് വിളിച്ചോണ്ട് VD സതീശനെ കളിയാക്കുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ VD സതീശനെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റുമല്ലോ. ഈസി ആയിട്ട് പൊളിക്കാം. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊണ്ടു നടക്കാനും കഴിയും.
എന്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള കേസുകൾ പലതും കുത്തിപ്പൊക്കൊണ്ടുവന്നാ പോരെ. ഇനിയും അതല്ല പിന്നെ KC വേണുഗോപാലിനെ തകർക്കാൻ ഇഷ്ടം പോലെ എലമെന്റ് കിടക്കുകയല്ലേ, ഇഷ്ടം പോലെ എലമെന്റ് ഉണ്ട്. ഷാഫി പറമ്പലിനെ കൊടുക്കാനും ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് വെച്ചാൽ പോരെ. അപ്പൊ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ ഈ പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ വെട്ടിച്ച് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് മായ്ക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പിടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പരാതികളും ആരോപണങ്ങളും ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അതൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണോ? അല്ല, ഇതിന് മുമ്പ് പരാതി ഉയർന്നു വന്നില്ലേ? ഇതിനു മുമ്പ് പരാതി ഉയർന്നു വന്നില്ലേ? 3 മാസം മുന്നേ. 3 മാസം. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു നല്ല ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോഴാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നത്. പോട്ടെ, അത് മീഡിയാസിന് മുന്നിൽ എത്തുന്നതിന് മുന്നേ ഈ ആരോപണങ്ങൾ അവിടെ ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ട് അതിവരെ ഒതുക്കി തീർത്തു. അതിനുശേഷമാണ് പബ്ലിക്കായിട്ട് റിനിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നപ്പോഴാണല്ലോ ഇത് പിറ്റേ ദിവസം തൊട്ട് കത്താൻ തുടങ്ങിയത്. അന്ന് ഇലക്ഷൻ ഡിക്ലറേഷൻ പോലും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ പറയും ഇവര് ഇലക്ഷനോട് അടുപ്പിച്ച് CPM പൊക്കിക്കൊണ്ട് വന്നാണെന്ന് ഇവരെന്ത് തറപ്പിച്ച് പറയുന്നത്? അത് മാത്രമല്ലെന്നേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറി കാലം ഇത്രയായല്ലോ, എന്തെങ്കിലും ഒരു നല്ല കാര്യം രാഹുലിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ, എന്തെങ്കിലും ഒരു നല്ല കാര്യം രാഹുലിനെ കുറിച്ച്, രാഹുൽ ഇന്ന കാര്യം ചെയ്തു, കൊള്ളാം, മിടുക്കൻ, നല്ല ഭാവിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? രമേശ് ചെന്നിത്തല തന്നെ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യം എന്താ? ഇവിടെ DYFIക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കണം എന്ന് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന അവരുടെ മുതിർന്ന നേതാവ് ഒരു വേദിയിൽ നിന്നുകൊണ്ട് പബ്ലിക്കായിട്ട് പറഞ്ഞതാ. PJ കുര്യന്റെ കേസ് വേറെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ PJ കുര്യൻ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ എന്താ? 25 പേരെ പോലും കൂട്ടാൻ കഴിയാത്തവരാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിലുള്ളതെന്ന് പച്ചയ്ക്ക് പറഞ്ഞില്ലേ? അപ്പൊ സ്വന്തം പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ പോലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തിനെയോ നല്ല രീതിയിൽ കണ്ടിട്ടില്ല. അവർക്ക് പോലും തോന്നിയിട്ടില്ല ഇവൻ നല്ലവനാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് പോലും തോന്നിയിട്ടില്ല. ഈ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായത് എങ്ങനെയാ? അതിന്റെ കേസ് ഇപ്പോഴും നിൽക്കുക. ആ വ്യാജ ID കാർഡ് ഉണ്ടാക്കി. ഇനിയും പോട്ടെ, യൂത്ത് കോൺഗ്രസിൽ കയറിയെന്ന് തന്നെ വെച്ചു. ഇവന്റെ ഏറ്റവും വലിയ ബലിയാടല്ലേന്ന് അബിൻ വർക്കി ഇപ്പോഴും ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ ചാനൽ കയറി ഇറങ്ങുന്ന ഒരുത്തനാണ് ഈ അബിൻ വർക്കി. പിന്നെ അതിന്റെ ഒരു ബലിയാടാണ് ശരിക്കും പറഞ്ഞത്. രക്തസാക്ഷി, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. അത് കഴിഞ്ഞ് ആ കേസുണ്ടായി. പിന്നീട് അടുത്ത് വന്ന എന്താ? ഫണ്ട് തട്ടിപ്പ്. കോടിക്കണക്കിന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ നാട്ടുകാരെയും പറ്റിച്ച് കോടിക്കണക്കിന് ഫണ്ട് തട്ടിച്ചതിന്റെ കേസ് വേറെ, വയനാട് ദുരന്തത്തിന്റെ. ഇത് കൂടാതെ പിന്നെ ആശുപത്രി ചെലവ്, അതായത് പിന്നെ യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സമരത്തിൽ പോയി തല്ലി മേടിച്ച് ആശുപത്രിയിലാവുന്നവരുടെ ആശുപത്രി ചെലവിന് വേണ്ടി ഒരു ഫണ്ട് പിരിച്ചിരുന്നു. ആ ഫണ്ട് മുക്കി. ഹരിതാബാബു ഒരിക്കൽ ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് എഴുതിയ സമയത്ത് അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു, മറ്റൊരു ഹിമയോ അങ്ങനെ ഉണ്ടാണ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവിന്റെ പേര്. ആ ഫണ്ട് ആർക്ക് കിട്ടിയെന്നുകൂടെ പറയണേന്ന്. അതിൽ അടികൊണ്ട ഒരാളാണ് ഞാൻ. അതായത് പിന്നെ സർക്കാർ സ്കൂളിൽ എൻ്റെ മകൻ പഠിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് സാമ്പത്തികം ഒരുപാട് തകർന്നു പോയി ആ ചികിത്സയെല്ലാം കഴിഞ്ഞപ്പോഴേക്ക്. അത് ആർക്ക് കൊടുത്തു, എപ്പോൾ കൊടുത്തു എന്നുള്ള കാര്യം കൂടെ വ്യക്തമാക്കണമെന്ന് ഹരിതാബാബുവിന്റെ ഫേസ്ബുക്കിന് കമന്റ് ആയിട്ട് ആ പെൺകുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വലിപ്പിച്ചു. ഇപ്പൊ OJ ജനീഷ് അത്ര നല്ല പുള്ളിയൊന്നുമല്ല. OJ ജനീഷ് 18 ലക്ഷം രൂപ മുക്കിയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. അപ്പം ഈ പറയുന്ന പിന്നെ വയനാട് ഫണ്ട് തട്ടിപ്പ്, സ്വന്തം പ്രവർത്തകരെ ചികിത്സിക്കാൻ വേണ്ടി ഫണ്ട് പിരിച്ചതിനകത്ത് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒടുവിലെ ഫണ്ട് കേസും. അപ്പൊ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ എന്ത് നല്ല കാര്യമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? എന്ത് ജനപ്രതിനിധിയാണ്, എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? ഇവർ ഈ പറഞ്ഞു നടക്കുന്നല്ലോ, എന്ത് കാര്യം ചെയ്തേ? ഒരു കുന്തവും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ അവിടെ പോയിരുന്നുണ്ട് SDP-കാരുടെയും ഈ പറയുന്ന ഷാഫി പറമ്പിൽ അവിടെ നടത്തിയിട്ടുള്ള തീവ്രവാദ ബന്ധത്തിന്റെയൊക്കെ ഫലമായിട്ട് മാത്രമാണ് അവിടെ അത്രയും വോട്ട് കയറിയത്. 1.25 ലക്ഷം വോട്ടിന് ജയിച്ചത്. അല്ല വേറെ എന്ത് ചെയ്തിട്ടാ? ഒരു അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധി ആവുന്നതിന് വേണ്ട എന്തെങ്കിലും യോഗ്യത ഉള്ള ഒരാളാണോ? പോട്ടെ, പിന്നെ ഞാൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ്, നമ്മുടെ പുതുപ്പള്ളിക്കാരൻ ചാണ്ടി ഉമ്മന്റെ വാല കെട്ടാൻ കൊള്ളാവോ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്? ചാണ്ടി ഉമ്മന്റെ വാല കെട്ടാൻ കൊള്ളാവോ? ഇല്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ പോലും വലിയ ഇമ്പോർട്ടന്റ് കൊടുത്തില്ലെങ്കിൽ കൂടെയും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. അതെ, തന്നെ T സിദ്ദിഖ് തന്നെ പറഞ്ഞല്ലേ, ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 3000-ഓളം വീടുകൾ ഒറ്റയ്ക്ക് ഓടിക്കേറി പ്രചരണം നടത്തിയ ഒരാളാണ്. ആ സമയത്ത് യുവമാരെന്ത് ചെയ്തോണ്ടിരുന്നത്? റീലുണ്ടാക്കി കളിച്ചോണ്ടിരുന്നത്. ആ സമയത്ത് അതാണ് പ്രവർത്തനം. കളികളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള കളികളാണ്. അങ്ങനെ കുറെ എണ്ണത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ശബരിമല കൊള്ളാം. ശബരിമലയ്ക്ക് വേറെ നല്ല തണ്ടിയെ കിട്ടത്തില്ലേ? വേറെ നല്ല ആൾക്കാർക്കെതിരെ ശബരിമല എടുത്ത് പ്രയോഗിക്കത്തില്ലേ ശബരിമല മറയ്ക്കാൻ വേണ്ടിയിട്ട്? ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സർവോപരി കള്ളനും തെമ്മാടിയും ഈ സ്ത്രീലമ്പടനുമായ ഒരാൾക്കെതിരെ തന്നെ ഇങ്ങനെ പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയ പരാതിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ
അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായ പരാതിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ കപ്പലിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ആരോപണമാണ്. നമുക്ക് സന്ദീപ് വാര്യരെ വരെ സംശയിക്കാം. സന്ദീപ് വാര്യരെ സംശയിക്കാനും കാരണമുണ്ട്. കാര്യം പാലക്കാട്ടുകാരനാണ് സന്ദീപ് വാര്യർ. അങ്ങനെയൊക്കെ പാലക്കാട് സീറ്റും നോട്ടമുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ തന്റെ മത്സരിക്കാനുള്ള അവസരം നഷ്ടമായേക്കുമോ എന്നുള്ള ഭീതിയും ചിലപ്പോൾ സന്ദീപ് വാര്യരെ പിന്തുടരുന്നുണ്ടാവാം. എന്നിട്ട് ഇതെല്ലാം കൂടെ CPM-ന്റെ തലയെ കൊണ്ട് കൊട്ടിയിടാൻ ശ്രമിക്കുക. കൊട്ടിയിട്ടുകൊണ്ട് ഇവിടെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു. പച്ച അസംബന്ധം, പച്ചയ്ക്ക് പറഞ്ഞ MP ഗോവിന്ദൻ പറയുന്ന പോലെ അസംബന്ധം എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു കേസിൽ.